ഹലോ ഗൈസ്, അടുത്തതായി ഇറങ്ങാൻ പോകുന്ന സാംസങ് ഗാലക്സി S24 അൾട്രയിൽ വരുന്ന മാറ്റങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇതെല്ലാം ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ലീക്സ് ആൻഡ് റൂമേഴ്സ് ആണ്. എന്തായാലും ഇതൊക്കെ തന്നെയായിരിക്കും സാംസങ് ഗാലക്സി S24 അൾട്രയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ. സോ ഡയലോഗ് അടിച്ച സമയങ്ങളാതെ നേരെ വീഡിയോയിലിട്ട് പോകാം അല്ലേ. അപ്പോൾ ആദ്യം ഡിസൈനിൽ നിന്ന് തുടങ്ങാം. ഡിസൈനിൽ നമ്മുടെ സാംസങ് എണ്ണം ചെറുതായിട്ടൊന്ന് ഐഫോണിനെ കോപ്പി അടിച്ചു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ S24 അൾട്രയിലെ ഫ്രെയിം ടൈറ്റാനിയം ഫ്രെയിമാണ് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഏത് ഐഫോണിനെ പോലെ. ബാക്കിയുള്ള ആ ക്യാമറ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും എല്ലാം സെയിം ആണ്. അതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് ഇതുവരെയായിട്ട് അറിയുന്നത്. പിന്നെ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോൺസ് അല്ലാത്ത ഈ A34, M34, A54 ഇങ്ങനത്തെ കുറച്ച് സ്മാർട്ട് ഫോൺസിനല്ല സെയിം S22 പ്ലസിൻ്റെയും S23യുടെയൊക്കെ ആ ഒരു അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഫ്ലാഷ് ലൈറ്റ് മാത്രം അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ ബാക്കിയുള്ള ആ ക്യാമറ മൊഡ്യൂളിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും എല്ലാം ആ S22 പ്ലസിൻ്റെ S23യുടെയൊക്കെ ആ ഒരു മോഡലാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതെന്തോന്ന് പരിപാടിയുടെ എന്തെങ്കിലും ചെയ്യും. എന്തായാലും അടുത്തതായി ക്യാമറയിലേക്ക് പോകാം. ഇവിടെ മെയിൻ ക്യാമറ വന്നിട്ട് 200 മെഗാ പിക്സലാണ് വരാൻ പോകുന്നത്. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 12 മെഗാ പിക്സലാണ്. പിന്നെ ഒപ്റ്റിക്കൽ സൂം വന്നിട്ട് 10x നിന്നും 5x മാറ്റിയിരിക്കുന്നു എന്നതാണ് പുതിയ ഒരു മാറ്റം എടുത്തു പറയാനുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ക്യാമറ പറ്റി പറയാനുള്ളത്. S23 അൾട്രയിൽ കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നതെങ്കിൽ നമ്മുടെ S24 അൾട്രയിൽ വരാൻ പോകുന്നത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് എന്നാണ് പറയുന്നത്. പിന്നെ 6.8 ഇഞ്ചസിന്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത് വിത്ത് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റോട് കൂടി 2500 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ S24ന്റെ ഡിസ്പ്ലേയിൽ വരുമ്പോൾ 6.1 ഇഞ്ചസ് എന്നുള്ളത് 6.2 ഇഞ്ചസ് ആക്കി മാറ്റി. പിന്നെ S24 പ്ലസിൽ വരുമ്പോൾ 6.6 ഇഞ്ചസ് എന്നുള്ളത് 6.7 ഇഞ്ചസ് ആക്കി മാറ്റിയിരിക്കുന്നു. അപ്പം അതൊക്കെയാണ് ഡിസ്പ്ലേ പറ്റി പറയാനുള്ളത്. ഇനി പ്രോസസ്സറിലേക്ക് പോവാം. S24 അൾട്രയിലെ പ്രോസസ്സർ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ്. എന്നാൽ ബേസ് മോഡൽസായ S24ലും S24 പ്ലസിലും സാംസങ്ങിൻ്റെ Exynos 2400 ആയിരിക്കുമെന്നാണ് കേൾക്കുന്നത്. അതും ചില രാജ്യങ്ങളിൽ മാത്രം. അതിൽ ഇന്ത്യ വരുമെന്തോ. എന്തായാലും നിങ്ങൾ ഫോണിനെ നെഗറ്റീവ് ആക്കരുത്, കാരണം ഇത് ലീക്സ് ആൻഡ് റൂമേഴ്സ് ആണ്. മാത്രമല്ല ഇന്ത്യ അവരുടെ ലിസ്റ്റിൽ വരുമെന്ന് പോലും അറിഞ്ഞില്ല. പിന്നെ Exynos 2400 എന്നത് അത്ര ബോറായിട്ടുള്ള പ്രോസസ്സറൊന്നും അല്ല. എന്തായാലും ഫോൺ ഇറങ്ങുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ 1 UI 6 S24 വരാൻ പോകുന്നത്. 5000 mAh ബാറ്ററി ആയിരിക്കും കിട്ടുക. സോ ഇതൊക്കെയായിരിക്കും S24 അൾട്രയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ. ഫോൺ ഇറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇതെല്ലാം ലീക്സ് ആൻഡ് റൂമേഴ്സ് ആണ്. എന്തൊക്കെയായാലും ലോഞ്ച് വരുമ്പോൾ കാണാം. S24ന്റെ ലോഞ്ച് എന്ന് പറയുന്നത് ജാനുവരി 17 അപ്പം ഇതൊക്കെയാണ് S24നെ പറ്റി പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ നവീൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നവീൻ ക്രൈസി ടെക്സ് എന്ന യൂട്യൂബ് ചാനലാണ്. കൂടുതൽ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് വെക്കുക. S24നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.